ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ അടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുക. രാവിലെ 10:30-ക്കാണ് വിധി പ്രസ്താവം. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ 5 വർഷത്തിലധികമായി ജയിലിലാണ്. JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് അടക്കമുള്ളവർ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഉമർ ഖാലിദിനെ കൂടാതെ ഷർജിൽ ഇമാം, ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, അദർ ഖാൻ, അബ്ദുൽ ഖാലിദ് സൈഫി, മുഹമ്മദ് സലിം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, ഷതാബ് അഹമ്മദ് എന്നിവരാണ് ഹർജി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 2-നാണ് ഡൽഹി ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചത്. സാധാരണ ചെയ്തു വരുന്ന സമരം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നും ഡൽഹി പോലീസ് ആരോപിക്കുന്ന കുറ്റം ചാർത്താനാവില്ല എന്നുമാണ് ഹൈക്കോടതിയിൽ വാദിച്ചത്. പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സമരമാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഡൽഹി കലാപ ഗൂഢാലോചനയുമായി പ്രതികളെ ഒരിക്കലും ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന വാദമാണ് അഭിഷേക് മനു സിംഗ്വി, കപിൽ സിബൽ തുടങ്ങിയ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. വിചാരണ കൂടാതെ ദീർഘകാലം ജയിലിലടച്ചതിന്റെ കുഴപ്പങ്ങളും വിചാരണ ഇനിയും ആരംഭിക്കാത്തതിനെപ്പറ്റി വിശദമായ വാദം നടത്തി. UAPA ഇവരിൽ ചുമത്തിയത് എന്തിനാണെന്നും സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. വാദം പൂർത്തിയാക്കിയ ശേഷം ഡിസംബർ 10-ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു. മീഡിയ 1, ഡൽഹി.